സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പിന്നെ അടുത്ത അനിമേഷൻ നോക്കാം. ബാക്കി നോക്കിയാലോ? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നീ ക്ലാസ് ഒന്നുമില്ലല്ലോ. എന്താ പേരെന്താ? അമൽ. എന്നെ കോണ്ടാക്ട് ചെയ്ത് അമൽരാജ് അല്ലേ? കോണ്ടാക്ട് ചെയ്ത് അമൽരാജ് അല്ലേ? മെസ്സേജ് അയച്ചേ. നിങ്ങൾക്ക് ഫ്ലെക്സ് മനസ്സിലായില്ലേ? ഫ്ലെക്സ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. നമുക്ക് ഗ്രിഡ് നോക്കാം. ഗ്രിഡ്. ഓക്കെ, അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ഒരു ഡിവ്, ആ ഡിവിനകത്ത് സെയിം സൈസും സെയിം വിട്ടും ഉള്ള ഒരു 10 ഡിവ് ചെറിയ ചെറിയ ബോക്സ് ആയിട്ട് ഉള്ളിൽ ശരി.
അല്ല ഇപ്പൊ ഇങ്ങനെ വന്നില്ലേ, ഇതിലുള്ള കേട്ടെ ഫ്ലെക്സ് വേണ്ട വേണ്ട. ഞാൻ ഈ ബോക്സിന് ഫ്ലെക്സ് കൊടുത്തത് അത് ഈ നമ്പർ സെന്റർ ആക്കാൻ വേണ്ടിയാ. അല്ലേ നിങ്ങൾ നോക്കിക്കോ, ചെയ്തിട്ട് നോക്കാം. നോക്കിക്കോ. അതായത് ഞാനിവിടെ ഒരു ആദ്യം ഒരു കണ്ടെയ്നർ ഇട്ടു, ഒരു പേരന്റ്. ആ പേരനകത്ത് കുറെ ബോക്സുകൾ ഇട്ടു. ഞാൻ ഈ ബോക്സുകൾക്കെല്ലാം വിട്ടുന്ന കാര്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് റിമൂവ് ചെയ്യുന്നു. അപ്പൊ അത് കണ്ടന്റ് ഉണ്ടല്ലോ ഇങ്ങനെ വരും. കാര്യം എന്താ? അതിന്റെ വീതി ഇല്ലേ? കാര്യം ഇത് ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ വിട്ട് എന്തായാലും 100% എടുക്കും ഇല്ലേ? ഹൈറ്റ് എന്താണോ കണ്ടന്റ് അതിന്റെ ഇത്. നമ്മുടെ ആവശ്യം വെച്ചാൽ ഈ ബോക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ കണ്ടന്റിനെ അല്ലെങ്കിൽ ഈ ഓരോ ബോക്സിനെ അറേഞ്ച് ചെയ്യാം. ഹൈറ്റ് വിട്ട് നമ്മളിപ്പോ കൊടുത്തിട്ടില്ല. അപ്പൊ നോർമലി അതിന്റെ ഡിഫോൾട്ട് കേസാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന് ഫ്ലെക്സ് കൊടുക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഫ്ലെക്സ് ഇപ്പൊ ഫ്ലെക്സ് കൊടുത്താൽ പിന്നെ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. പിന്നെ അതിന്റെ ഹൈറ്റ് സൈസ് കൂട്ടാൻ കുറയ്ക്കണം. നമുക്ക് ഇതിന് പകരം ഗ്രിഡ് എന്ന് അതായത് ഇപ്പം ഞാൻ ഇതിന് ഫ്ലെക്സ് കൊടുത്തു. ഇതാണ് ഞാൻ ചെയ്തത്. ഫ്ലെക്സ് കൊടുക്കുമ്പോൾ സംഭവിക്കുക എങ്ങനെ അലൈൻ ആവും? ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അലൈൻ ആവില്ലേ? അപ്പൊ അങ്ങനെ അലൈൻ ഏതാ? അതല്ലേ ഫ്ലെക്സ്. ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാല് എപ്പോഴും ശ്രമിക്കുന്നത് വെച്ചാല് ആ പേരന്റിനകത്ത് ഇതിനെ അറേഞ്ച് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പൊ അതിന്റെ വിട്ട് 100% എടുക്കില്ല, കണ്ടന്റിന്റെ വിട്ട് എടുക്കുള്ളൂ. എടുക്കുള്ളൂ. ഹൈറ്റ് ഫുൾ ആയിട്ട് കവർ ചെയ്യും. അല്ല ഒരു വര മാത്രമായിരിക്കും. കണ്ടോ, ഒരു വര മാത്രം കണ്ടോ? കാര്യം ബോർഡർ മാത്രമേ ഉള്ളൂ, അതിന് വിട്ടില്ല. മനസ്സിലായോ? നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാല് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് ഫ്ലെക്സ് ഉപയോഗിച്ച് അറേഞ്ച് ചെയ്യാം, നമുക്ക് ഗ്രിഡ് ഉപയോഗിച്ച് അറേഞ്ച് ചെയ്യാം. ഗ്രിഡ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന പോലെ എന്താ പറയുക, ഗ്രിഡ് ഓർമ്മയാണ്. നമ്മൾ പണ്ട് മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഗ്രിഡ് ഇടാം. ഗ്രിഡ് വ്യൂ ഇല്ലേ? അത് ഒരു ബോക്സിനകത്ത് മറ്റേ വര വരുന്ന, അതായത് ഇങ്ങനത്തെ ഒരു വ്യൂ. ഇത് തന്നെ അതാണ് ഗ്രിഡ് വ്യൂ. ഓക്കെ, അപ്പം ഈ ഗ്രിഡ് വ്യൂയിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഇതെന്താ സംഭവം? ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ പേരിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തുള്ള ഓരോ കണ്ടന്റും അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനോട് നമ്മൾ സഹായിക്കാൻ പോകുന്ന സാധനമാണ് ഗ്രിഡ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന നോക്കിയോ, ഞാൻ ആദ്യമേ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇതെല്ലാം ഇതും പേരന്റ് തന്നെയാണ്. പേരന്റ് വന്നിട്ട് ഡിസ്പ്ലേ ഗ്രിഡ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഗ്രിഡ് കൊടുത്താലുള്ള ഗുണം വെച്ചാൽ ഗ്രിഡിന് റോയും കോളംസും ഉണ്ട്. നമ്മൾ റോയും കോളംസും വെച്ചായിരിക്കും ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാവും ഇതെങ്ങനെ വരുന്നത്. ഞാൻ ഇവിടെ ഗ്രിഡ് കൊടുത്തു. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരേ ഡിസ്റ്റൻസ് ഫുള്ള് കവർ അപ്പ് ചെയ്തു. ഓക്കെ, അതായത് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ഇനി ഞാനുള്ളതുകൊണ്ട് എനിക്കിവിടെ ഈ ഒരു പേരന്റിനകത്ത് കോളംസും റോസും അറേഞ്ച് ചെയ്യാം. ഇവിടെ നോക്കുകയും ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഉണ്ട് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എന്ന് പറഞ്ഞ കീ കൊടുത്തു. ഓക്കെ, കോളം ഏതാ? ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ? വെർട്ടിക്കലാണ് കോളംസ്. എന്നിട്ട് ഞാൻ പറയാണ് എൻ്റെ ഈ ഒരു പേരിനകത്ത് എനിക്ക് 4 കോളം വേണം വായിച്ചോ. എന്നിട്ട് ഓരോ കോളത്തിനും എത്ര വിട്ട് വേണമെന്ന് എനിക്ക് സെറ്റ് ചെയ്യാം. അതെങ്ങനെ വെച്ചാൽ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ പറയുന്നു ആദ്യത്തെ കോളത്തിന് 100 പിക്സൽ, രണ്ടാമത്തെ കോളത്തിന് 200 പിക്സൽ, മൂന്നാമത്തെ കോളത്തിന് 300 പിക്സൽ. എത്ര? 3, 4, 5, 6 ആയില്ലേ? കവറപ്പ് ചെയ്ത് 1000 കൊടുത്തു, 400 പിക്സൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എത്രയും പോകണ്ട, 700 മതി, 200 പിക്സൽ. ഓക്കെ, അതായത് ടോട്ടൽ പേരന്റ് വിട്ട് 700 പിക്സലാണ്. അപ്പൊ നമ്മൾ കോളംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം അടപ്പ് ചെയ്തിട്ട് 700 പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ടോട്ടൽ വേണം നിർബന്ധമില്ല. അപ്പൊ ഔട്ട് പോടാ, പുറത്തേക്ക് പോകും. അതായത് പേരന്റ് പുറത്തേക്ക് പോകും. ഓഫ് ചെയ്ത് വരും. ഫുൾ ഫില്ല് ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുത്തപ്പോഴേന്ന് നോക്കിക്കോ, ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന എണ്ണം ഉണ്ടല്ലോ വാക്ക്, അതാണ് കോളത്തിന്റെ എണ്ണം.
ആ കൊടുത്തിരുന്ന വാല്യൂ ആണ് കോളത്തിന്റെ വിട്ട്. കണ്ടോ? അപ്പം 1, 2 ഇപ്പോൾ ഇവിടെ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എടുത്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4 കോളം വരും. 1, 2, 3, 4. ഞാൻ ഇതിനകത്തുള്ള ബോക്സുകൾക്ക് വിട്ടും ഹൈറ്റും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓരോ കോളത്തിന്റെ വിട്ടിലേക്കും ഹൈറ്റിലേക്കും ഒന്ന് സെറ്റ് ആവും. കണ്ടോ? ഞാൻ എല്ലാം ബോർഡർ എടുത്തപ്പോൾ അതാണ് ഈ വര വന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓട്ടോമാറ്റിക്കലി വരുന്ന വരയല്ല. കണ്ടോ? ഇവിടെ ഇല്ല. ഓക്കെ. അപ്പം നോക്കി 4 കോളം. ഇപ്പം ഈ 4 കോളത്തിൽ അറേഞ്ച് ചെയ്യാം. അപ്പം ടോട്ടലി 10 ബോക്സ് ഉണ്ട്. അപ്പം 4 കോളേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യും? ആദ്യത്തെ 4 ഇവിടെ ഇരിക്കും. 1, 2, 3, 4. പിന്നെ എന്ത് ചെയ്യും? അടുത്ത 4 അടുത്ത റോയിൽ വരും. നമ്മൾ റോ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ ആണല്ലോ? അടുത്ത റോയിൽ വരും. അപ്പം ഇവിടെ ഇതിന്റെ ഹൈറ്റ് എങ്ങനെ ഇടുന്നു ചോദിച്ചാൽ ആ റോസ് മാച്ച് ആവാൻ. ഇപ്പൊ നമുക്കറിയാം ഇത്ര 10 ഐറ്റം ഉണ്ട്. നമ്മൾ 4 കോളം വെച്ചാൽ എത്ര റോസ് വരും? 3. നോക്കിയേ. കാര്യം എന്താ? ആദ്യത്തെ റോയിൽ ആദ്യത്തെ 4 കോളത്തിൽ 4 അപ്പൊ 4 പോയി. ഇനി അടുത്ത 4 പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത 4. അപ്പൊ അടുത്ത രണ്ടാമത്തെ റോ വേണം. അപ്പൊ 8 ആയി. ഈ 2 ഉണ്ട്. അത് പറഞ്ഞെങ്കിൽ മൂന്നാമത് ഇനി റോ വരണം. അപ്പൊ എന്ത് ചെയ്യും? 3 റോ ഇല്ലേ? ഈ 3 റോയിലും ഈക്വൽ ഹൈറ്റ് വരുന്ന രീതിയിൽ അങ്ങ് അഡ്ജസ്റ്റ് ആവും. കണ്ടോ? അപ്പം ഇങ്ങനെ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ സെറ്റപ്പ് ചെയ്തു. ഇങ്ങനത്തെ ലേഔട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രിഡ് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? ഇങ്ങനത്തെ ലേഔട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്ത് ബേസിക് ഗ്രിഡ്. ഇത് മാത്രമല്ല ഒരുപാട് കസ്റ്റമൈസേഷൻ എന്ത് പറ്റും? നമുക്ക് പൊതുവെ ഇങ്ങനത്തെ റോസ് ക്രിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാം. ചിലപ്പോൾ ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ടാഗ് വെച്ചിട്ട് നമ്മൾ ഫോംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലേഔട്ട് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രിഡ് ആയിരിക്കും ഉപയോഗിക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ ഫോട്ടോ ഗാലറി എന്നൊക്കെ പറഞ്ഞല്ലേ, ചില സൈഡിലൊക്കെ വരുമ്പോൾ കുറെ ഫോട്ടോസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കിടക്കുന്നതൊക്കെ അവിടെയൊക്കെ നമുക്ക് ഗ്രിഡ് ഉപയോഗിക്കാം. അതാണ് കുറച്ചുകൂടെ എളുപ്പം. മനസ്സിലായോ? ഫോട്ടോ ഗാലറി അതായത് നമ്മുടെ ഫോട്ടോസ് ഇല്ലേ ഫോണിലുള്ള നമ്മുടെ ഫോട്ടോസ് വരുന്നുണ്ടല്ലേ, അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ വേണമെങ്കിൽ ഗ്രിഡ് ചെയ്യാം. പൊതുവെ നമുക്ക് ഒരു നാവിഗേഷൻ ബാർ വേണമെങ്കിൽ ഗ്രിഡ് ചെയ്യാം. പക്ഷെ അത് അവിടെ ഫ്ലെക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ചില കേസുകളിലൊക്കെ നമുക്ക് ഗ്രിഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇനി പ്രൊജക്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. നമ്മൾ ഗ്രിഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ പല ഷേപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. അതാണ് എന്ത് ഗ്രിഡ്. ഫ്ലെക്സും ഉപയോഗിക്കാം, ഗ്രിഡ് ഉപയോഗിക്കാം. ഗ്രിഡ് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം? ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെ. മനസ്സിലായോ? അപ്പൊ ആദ്യം ഇതൊന്ന് ട്രൈ നോക്കാം. പിന്നെ നമുക്ക് കോളം കൂടെ നോക്കാം. ഇപ്പം റോയും കൂടെ നോക്കാം. റോസും ഉണ്ട്. ഇതിനെ എടുത്തു നോക്കിയേ, സംഭവിച്ചു നോക്കിയേ. ഇത് 100, പിന്നെ എത്രയായി? 200, അടുത്ത 300. അപ്പോഴത്തേക്ക് എന്ത് ഇത് കവറപ്പ് ചെയ്തു. ഇനി അടുത്ത ഒരെണ്ണം ഉണ്ട്. ഇവിടെ അവിടെ വാല്യൂ ഇല്ല, ഡേറ്റ ഇല്ല. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫിക്സ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഹൈറ്റ് 400 ആണ്. 100, 100, 200. കണ്ടോ? ഇത് ഈ റോ 100, ഈ റോ 100, ഈ റോയോ 200. കണ്ടോ? അപ്പം ഇത് സൂചിപ്പിക്കുന്നത് എണ്ണ സൂചിപ്പിക്കുന്ന നമ്പർ ഓഫ് റോസും ഓരോ റോയുടെ ഹൈറ്റും ഒക്കെയാണല്ലോ. ഇത് സൂചിപ്പിക്കുന്ന എന്താ? നമ്പർ ഓഫ് കോളംസും ഓരോ വാല്യൂം ഓരോ കോളത്തിന്റെ വിട്ടും ഒക്കെയാണല്ലോ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതിനാണ് നമ്മൾ ഗ്രിഡ് ഉപയോഗിക്കുന്നത്. ഏത് യൂസ് കേസിന് ഇത് ഉപയോഗിക്കാം. സിംഗിൾ റോയ്ക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാം അല്ലേ? സിംഗിൾ റോ ആക്കിയിട്ട് അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് വെച്ചിട്ട് ഈ ഫ്ലെക്സ് ഉപയോഗിക്കുന്ന പോലെ ഗ്രിഡ് ഉപയോഗിച്ചും ചെയ്യാം. മനസ്സിലായോ? ഇനിയുണ്ട് എന്ത് ഗ്യാപ്പ് ഉപയോഗിക്കാം. കണ്ടോ? അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? പേരന്റ് വിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇപ്പൊ പേരന്റ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പേരന്റ് ഓർഡർ മാറ്റി കഴിഞ്ഞാൽ അത് അറിയത്തില്ല. കണ്ടോ? അങ്ങനെ അലൈൻമെന്റ് ചെയ്യാം. അതാണ് സംഭവം. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് മെഷർമെന്റ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഇതിന് ഞാൻ വിട്ട് കൊടുത്തില്ല. അപ്പൊ കണ്ടോ? ഫുൾ വിട്ട് വരും. ഹൈറ്റ് കൊടുത്തില്ല, ഫുൾ ഹൈറ്റ് വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബോക്സിനെല്ലാം വിട്ട് കൊടുത്തിട്ട് ഫിറ്റ് കണ്ടന്റ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കറക്റ്റ് നമുക്ക് നമ്മുടെ കാണുമല്ലോ ഒരു മെഷർമെന്റ് കാണുമല്ലോ, അത് വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യാം. എന്ത് ചെയ്യും? 30 ഇങ്ങോട്ട് 30 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വിട്ട് 730 ആക്കാം. ഫിറ്റായില്ലേ? ഇങ്ങോട്ട് 10, 20. അപ്പൊ എന്ത് ചെയ്യാം? 20 ആക്കാം. അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. മനസ്സിലായത്? ട്രൈ നോക്കിയേ. ഗ്രിഡ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ പൊതുവെ ഫ്ലെക്സ് ഉപയോഗിക്കുന്നില്ലേ നല്ലത്.
ഇപ്പം നൈവേഷൻ ബാർ ആകുമ്പോൾ നീ ഒരു റോ ഇട്ടാൽ മതി, മൾട്ടിപ്പിൾ കോളംസ് ഒരു റോയും. പെർസെൻറ്റേജ് കൊടുക്കാം, പിക്സലിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. വേറെ സാധനം ഉണ്ട്, അത് ഞാൻ പറയാം. ചെയ്ത് നോക്കാതെ ഐഡിയ കിട്ടിയതിൻ്റെ
ചെയ്തോ? അപ്പൊ ആ വിട്ടിലും ഹൈറ്റിലും ഇതാവും, അതായത് ആ കണ്ടന്റ് അതാവും, പക്ഷെ ആ കോളം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ സ്പേസ് വരാനുള്ള കാര്യം വെച്ചാല് കോള ബോക്സ് അത് തന്നെ എടുക്കടാ, ആ കോളം തന്നെ എടുക്കും, അതിനുള്ള കണ്ടന്റ് ആണ് ബോക്സിന് മാത്രമായിരിക്കും. പക്ഷെ ആ ബോക്സ് ഇരിക്കുന്ന ആ സ്പേസ്, ആ കോളത്തിന് അത്രയും സ്പേസ് ഉണ്ട്. ബാക്കി സ്പേസ് ആണ്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഫുൾ ആയിട്ട് എന്ത് ചെയ്യും, ആ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്നതല്ലേ കോളത്തിന്റെ വിട്ട, നമ്മൾ ഈ ബോക്സിന്റെ വിട്ടും ഹൈറ്റും കൊടുക്കാത്തതുകൊണ്ട് ഇതെന്ത് ചെയ്യും, പേരിന്റെ വിട്ടെടുക്കുക, അതായത് കോളത്തിന്റെ വിട്ടെടുത്താണ് ഇപ്പൊ ഈ വലുതായിട്ട് കാണുന്നത്. സെൽസ് ഉണ്ടാകും, അത് തന്നെ സെയിം സാധനം. പിന്നെ ഇവിടെ ഉണ്ടോ, അതിനകത്തുള്ള കണ്ടന്റ് ഇത്രയായി, പക്ഷെ ആ കോളം എന്താ ഇത്രയുണ്ട്, മനസ്സിലായത് നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അതാണ് സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വാല്യൂസ് പിക്സലിൽ കൊടുക്കാം, പെർസെന്റേജ് കൊടുക്കാം, വേറെ പീരീഡ് ഉണ്ട്. ആ ടോട്ടൽ ഇതിന്റെ പെർസെന്റേജ് എടുക്കടാ, പേരനുണ്ടല്ലോ. ഓക്കെ, പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്ന വേറെ സാധനമുണ്ട്, അതാണ് നമ്മൾ ഇതിന് പകരം FR മീൻസ് ഫ്രാക്ഷൻ. ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന എത്ര നോക്കി, 4 എണ്ണം. അപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന ഫ്രാക്ഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യും, 1 2 3 4. ഓക്കെ, 4 ഒരു ഭാഗം ഇതെടുക്കും, 4 ഒരു ഭാഗം ഇതെടുക്കും, അടുത്ത 4 വേറൊരു ഭാഗം ഇതെടുക്കും. ഈക്വൽ ആയിട്ട് കിട്ടും. അതായത് നമുക്ക് വേണമെങ്കിൽ 4 കോളംസ് ആയിരിക്കും ഉണ്ടാവുക. ഈ 4 കോളംസ് ആണ് ഉണ്ടാവുക, പക്ഷെ നമ്മുടെ ഫ്രാക്ഷൻ നോക്കിയേ 1 2 3 4 5 5. നമ്മുടെ ആ ഇതിനെ 5 ആയിട്ട് തിരിക്കും. എന്നിട്ട് ആദ്യത്തെ കോളം ആ 5-ൽ ഒരു ഭാഗം എടുക്കും, രണ്ടാമത്തെ കോളം 5-ൽ ഒരു ഭാഗം എടുക്കും, മൂന്നാമത്തെ കോളം 5-ൽ 2 ഭാഗം എടുക്കും, നാലാമത്തെ കോളം 5-ൽ ഒരു ഭാഗം എടുക്കും. ഇങ്ങനെയും ചെയ്യാം, ഇത് നമുക്ക് ഇവിടെയും ചെയ്യാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ പൊതുവെ നമ്മൾ ഇതാണ് ഉപയോഗിക്കാറ്, FR. ട്രൈ നോക്കിയേ, മീൻസ് ഫ്രാക്ഷൻ. അപ്പൊ ഫ്രാക്ഷൻ എടുക്കുന്ന എങ്ങനെയാ, നമ്മൾ കൊടുത്തേക്കുന്ന ടോട്ടൽ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യും. ചെയ്തോ? ഹലോ ഹലോ, സീന വന്നു. ഓക്കെ, അപ്പം ഞാൻ വരാം. ഞാൻ 2 മിനിറ്റ് ഫ്രീ ആയിരിക്കും. അത്ര 1 മണിക്കൂറിന്റെ കാര്യം ഉള്ളായിരിക്കും അതോ? അപ്പൊ ഞാൻ 2 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം,
3 മണിയാകുമ്പോൾ തിരിച്ചു പോകണോ, നേരത്തെ പോകണോ? 3 മണിയാകുമ്പോൾ എത്താൻ വേണ്ടി. ഓക്കെ, ഞാനൊരു അരമണിക്കൂറിൽ വരാം. ചെയ്തോ? ഇത്രേ ഉള്ളൂ. ആ എന്താ പിക്സലോ പെർസെന്റോ കൊടുക്കുന്നതിന് പകരം നമുക്ക് FR കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഇനി അടുത്ത സാധനം ഉണ്ട്, നോക്കോ. ഞാൻ ഈ ബോക്സിന് ഒരു ക്ലാസ് കൂടെ ആഡ് ചെയ്ത് ബോക്സ് 1. ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ആ ബോക്സിൽ ഞാൻ വേറൊരു സാധനം കൊടുക്കുന്നു, അതാണ് ഗ്രിഡ് കോളം. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്നിട്ട് ഞാൻ കൊടുക്കുന്ന നോക്കണേ, ഗ്രിഡ് കോളം. ഇപ്പം ഇതെവിടെ ഇരിക്കുന്നത്? ഒന്നാമത്തെ ബോക്സ് ആണത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഞാനതിന് 3/5 ഒരു വാല്യൂ എടുക്കും. നോക്കാം എന്താണ് ഇപ്പം എന്താ സംഭവിച്ചത് നോക്കിയേ. എങ്ങോട്ട് മാറി? റൈറ്റിലോട്ട് മാറുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളം നോക്കുവാണെങ്കിൽ എത്ര ഉണ്ട്? 1 2 3 4 ഇതാണല്ലോ. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന വലുതെന്ന് വെച്ചാൽ, ഒന്നാമത്തത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഏത് കോളത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തത് ഏത് കോളം വരെ എൻ പോയിന്റ്. അതായത് ഇപ്പം ഞാനിവിടെ 5 കൊടുത്താൽ 5ന്റെ തുടക്കം വരെ, 5 ഇല്ലല്ലോ, 5 കൊടുത്താൽ 3ഉം 4ഉം കവർ ചെയ്യും. ഞാൻ 4 കൊടുത്താൽ 3 മാത്രമേ വരുള്ളൂ. കണ്ടോ? അതായത് ഇതിന്റെ അർത്ഥം വെച്ചാൽ മൂന്നാമത്തെ തുടങ്ങി 4ാമത്തതിന്റെ തുടക്കം വരെ എന്നാണ് ഇതിനർത്ഥം. 4 എടുക്കും എന്നല്ല, മൂന്നാമത്തെ തുടങ്ങി 4ാമത്തെ തുടക്കം വരെ. ഇപ്പൊ ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ തുടങ്ങി 4ാമത്തെയും കവർ ചെയ്ത് 5ാമത്തെയും തുടക്കം വരെ. ഇങ്ങനെ നമുക്ക് എങ്ങോട്ടും ഉള്ളതിനും മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതിനാണ് ഞാനിവിടെ ഗ്രിഡ് കോളം കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഞാനിവിടെ ഗ്രിഡ് റോ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ 1,3 നോക്കിയേ. ഇപ്പൊ എന്താ എടുത്തേ? ഒന്നാമത്തെ റോ തുടങ്ങി മൂന്നാമത്തെ റോ എടുത്തില്ല, രണ്ടാമത്തെ റോ കവർ ചെയ്ത് മൂന്നാമത്തെ റോയുടെ തുടക്കം വരെ. അപ്പൊ ഇതിനനുസരിച്ച് ബാക്കിയുള്ളത് ഓട്ടോ അഡ്ജസ്റ്റ് ആവും. ഓക്കെ ആണല്ലോ. അതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം വേണമെങ്കിൽ. ഇങ്ങനെ നമുക്ക് ഒരു കോളം അല്ലെങ്കിൽ ഒരു കോളം എവിടെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ ഒരു ഐറ്റത്തിന്റെ പൊസിഷൻ എവിടെ വരണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം. ഇല്ല, ഒന്നാമത്തെ കിട്ടണമെങ്കിൽ നീ 1 തന്നെ എടുക്കണം. ഇതിപ്പോ റോയുടെ കേസാ. റോ 1 നിൽക്കുന്നേ. ഒന്നാം റോ ഇങ്ങനെയല്ലടാ. നിനക്ക് ആ കോളത്തിന്റെ കേസ് ഒന്നാമത് പറഞ്ഞെങ്കിലേ 1 കൊടുത്താൽ മതി. അല്ലല്ല, അത് ഗ്രിഡ് അല്ല, നമ്മളത് കൊടുക്കണ്ട ഒന്നും. അതിനൊന്നും നമ്മൾ പ്രോപ്പർട്ടി ഒന്നും കൊടുക്കണ്ട. ഗ്രിഡ് കൊടുക്കേണ്ടത് പേരന്റിനാ. ചൈൽഡ് എലമെന്റ് നമ്മൾ അത് അഫക്ട് ചെയ്തോളും. ഓക്കെ, അതിനുള്ളിലാണല്ലോ. അപ്പൊ അതിന് വർക്ക് ആയിക്കോളും. നീ അതിന് വന്നിട്ട് ഇപ്പൊ നിനക്ക് അതിനെ എങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ ഗ്രിഡ് കോളവും ഗ്രിഡ് റോയും വെച്ച് എനിക്ക് എങ്ങോട്ടും വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനകത്ത് എത്ര എന്ത് ചെയ്യും, സ്പേസ് വേണമെങ്കിലും എടുപ്പിക്കാം. മനസ്സിലായോ? അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇങ്ങനെയും നമുക്കത് ചെയ്യാം. നമ്മളിവിടെ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ബാക്കിയുള്ളതെല്ലാം അത് അഫക്റ്റ് ആവും. ഓക്കെ, പക്ഷെ ഇതിന് മാത്രം എന്ത് ചെയ്യും, നമ്മൾ ആ കൊടുത്തേക്കുന്ന വാല്യൂസും കൂടെ കയറും. ആ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 10 ചെറുതായി പോയി. കണ്ടോ? ചെയ്ത് നോക്കിയത് മനസ്സിലായത്? ചെയ്ത് നോക്ക്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ കത്തും.
ഇപ്പൊ ഞാൻ മൂവ് ചെയ്യുന്നുണ്ടോ? ഒന്നിവിടെ, രണ്ടിവിടെ. എന്റെ റോഡ് ഇപ്പം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും റോഡ് എന്ന് നോക്കിയാൽ 1 2 3 4 റോ ഉണ്ട് അല്ലേ? ഇതിപ്പോ 2 ഓക്കെ, 4 1 2 3 4 5 റോ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. 5 അല്ലല്ലേ, 4 5 കൊടുത്തോട്ടെ. 4 റോ ഉള്ളൂ. ആദ്യത്തെ റോ 2 FR എടുക്കുന്നുണ്ടാ. ആദ്യത്തെ റോയ്ക്ക് 2 FR അല്ലേ? അപ്പൊ ഇത് 1 2 3 4. ഇതേ നോക്കി, ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. രണ്ടിനും ഒരേ സ്റ്റൈൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്യാം. ഡോട്ട് ബോക്സ് അങ്ങനെ ഇല്ല, ഓരോന്നിനും സെപ്പറേറ്റ് കൊടുക്കണം. ഇത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവാൻ വേണ്ടി ഞാൻ നേരത്തെ നോക്കി ഇത് നോക്കി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ കത്തും. ഇപ്പം 3 റോസ് ആണുള്ളത്. ഓക്കെ, അപ്പം ഇത് ഒരു റോയാ, ഇത് രണ്ടാമത്തെ റോ, ഇത് മൂന്നാമത്തെ റോ, 3 റോ ആയി. ഓക്കെ, അപ്പം ആദ്യത്തെ റോ 2 FR, അടുത്ത 2 റോ എന്താ 1 FR വെച്ചെടുത്ത്. അപ്പം പിന്നെ റോ ഇല്ല. അപ്പൊ ആ സ്പേസിൽ ഇത് അഡ്ജസ്റ്റ് ആയി വരുന്ന. അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റോയും കൂടെ കൊടുക്കണം. ഇപ്പൊ 4 റോ അപ്പൊ കറക്റ്റ് ആയി. മനസ്സിലായത് കാര്യം? അതായത് ഞാൻ എത്ര ഉള്ളൂ, അതായത് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന 3 റോയാ. പക്ഷെ നമ്മൾ ഇത്രയും ഐറ്റംസ് ചെയ്യുമ്പോഴത്തേക്കും 3 റോയിൽ നിൽക്കില്ല, 4ാമത്തെ റോയിലേക്ക് പോകും. കാര്യം ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 1ാമത്തെ റോ. കാര്യം ഇത് ഇത്രയും വലുതാവും. കാര്യം ഞാൻ അതിനെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ഇത് മാറ്റാം. ഇപ്പൊ അത് കറക്റ്റായി. 1 2 3 4ാമത്തെ റോയിലേക്ക് വന്നു. ഓക്കെ, ഇതിപ്പം നിൽക്കുന്ന ഒരു റോയില. കാര്യം ആദ്യത്തെ റോയുടെ ഇതെന്ന് പറയുന്നത് 2 FR ആണ്. 1 FR 1 FR 3 റോയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? പക്ഷെ നമ്മൾ ഇത്ര ഐറ്റംസ് ഇവിടെ കയറുമ്പോഴത്തേക്കും റോയുടെ എണ്ണം 4 ആവും. 1 2 3 4 കണ്ടോ? 1ാമത്തെ റോ ഇത്രയും വലുതാ. 2 3 4ാമത്തെ റോയിലാണ് ഇത്. 4 റോ ഇല്ല, 3 റോ ഉള്ളൂ. അപ്പൊ അതിന് ബാക്കിയുള്ള സ്പേസിൽ അങ്ങ് അഡ്ജസ്റ്റ് ആവും. നമുക്ക് അതിനും കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് സ്പേസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനും അതുകൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പൊ കറക്റ്റായി. കണ്ടോ? അതാണ് ആ ചെറിയ സൈസ് വരുന്നത്. ഒരു ഫ്രാക്ഷൻ കംപ്ലീറ്റ് എടുക്കും. ടോട്ടൽ സ്പേസിന്റെ ഒരു ഫ്രാക്ഷൻ എടുക്കും, ഒരു ഫ്രാക്ഷൻ എടുക്കും, 2 ഫ്രാക്ഷൻ എടുക്കും. ഓക്കെ, ഇത് 2 ഫ്രാക്ഷൻ അല്ല, ഇത് 2 ഫ്രാക്ഷൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ എക്സ്പ്ലിസിറ്റ്ലി ഞാൻ വേറെ കുറച്ച് ക്രിയേറ്റ് ചെയ്ത് അതിനെ മാറ്റിയതാ. അപ്പൊ ഇങ്ങനെ മാറ്റുമ്പം അതിന് ബാക്കിയുള്ള നിയമങ്ങളൊന്നും എഫക്ട് ചെയ്യില്ല. നമ്മുടെ ടെംപ്ലേറ്റ് റോയും ടെംപ്ലേറ്റ് കോളും അത് നമ്മൾ ഈ കൊടുക്കുന്നതായിരിക്കും എഫക്ട് ആവുക. കണ്ടോ? ട്രൈ നോക്ക്. സ്റ്റുഡൻറ് നോക്കിട്ട് തരാം.
ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് പ്രൊജക്റ്റ് ആണോണ്ടിരിക്കുക, അപ്പോൾ ഡൗട്ട് ചെയ്യാൻ വേണ്ടി വരണം. ചെയ്തോ എല്ലാവരും? അടുത്ത് നോക്കാം. അടുത്ത ചില ഗ്രിഡ് ടെംപ്ലേറ്റ് ഏരിയ ആണ്. നമുക്ക് അടുത്ത ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. 27 grid.html. നോക്കൂ, നിങ്ങളത് ഒരു പേരിന്റെ അകത്ത് കുറച്ച് ഹെഡർ, സൈഡ് ബാർ, കണ്ടന്റ്, ഫുട്ടർ. ഓക്കെ,
ഒന്നും കാണില്ല. കാര്യം എന്താ? ഒന്നിനും ഹൈറ്റ് ഇല്ല അല്ലേ? ഓക്കെ, ഞാൻ ചെയ്യാൻ നോക്കാം. കണ്ടന്റ് വേണം. ഓക്കെ, ഐറ്റംസ് വന്നു. 1 2 3 4. നമ്മൾ ഹൈറ്റ് കൊടുത്താൽ അത് നോർമലി വന്നേനെ. ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഞാൻ ചെയ്യാൻ നോക്കിയോ, ഞാൻ ഇവിടെ എല്ലാത്തിനും വേണ്ടിട്ട് ഗ്രിഡ് ഏരിയ എന്നൊരു കീ കൊടുക്കുകയാണ്. ഗ്രിഡ് ഏരിയ. ഓക്കെ, ഹെഡർ ഓരോന്നിനും ഓരോ പേര് കൊടുക്കുകയാണ്. ഇതിന് സൈഡ് ബാർ. ഞാൻ ചെയ്ത് കഴിയുമ്പോൾ പറയാം എന്താണത്. അതുപോലെ കണ്ടന്റ്, അത് നമുക്ക് ഇഷ്ടമുള്ള ലേഔട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടന്റ് ഗ്രിഡ് ഏരിയ ഫുട്ടർ. ഓക്കെ, ഇത്രയും സാധനം ഇട്ടു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ നോക്കാം. ഇവിടെ വന്നിട്ട് ഞാൻ ഇത് ഫുള്ള് റിമൂവ് ആയിട്ട് ഗ്രിഡ് ടെംപ്ലേറ്റ് ഏരിയാസ് ഒരുക്കി കൊടുത്തു. പറയാം. ഓക്കെ, ഇവിടെ ഞാൻ കണ്ടോ കോഴ്സ് ഇട്ടേന്നുണ്ടോ? ഓക്കെ, ഇതിന് നിങ്ങൾ ഇത് 3 റോ, ഓക്കെ, ഇത് 3 കോളം ആയിട്ട് കാണുക. ഇവിടെ ഇത് വന്നേക്കുന്നത് എങ്ങനെയാ നോക്കിക്കോണേ. സാധനം വന്നെങ്ങനെ നോക്കിയേ. ഇത് ഹെഡർ, ഇത് സൈഡ് ബാർ, ഇത് കണ്ടന്റ്, ഇത് ഫുട്ടർ. ഇങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. ഓക്കെ, ഇത് അങ്ങനെ വരാനുള്ള കാര്യം വെച്ചാൽ നമുക്ക് ലേഔട്ട്സ് വേണമെങ്കിലും ഗ്രിഡ് ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാം. ലേഔട്ട് എന്ന് വെച്ചാൽ എന്താ? ഓരോ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്ഥലത്ത് അഡ്ജസ്റ്റ് നോക്കാം. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് സാധനമാണ് ലേഔട്ട്. അപ്പം ഈ ലേഔട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യമേ ഒരു മെയിൻ ഡിവ് ഇടുക, ഒരു പേരിടുക. ഈ പേരിനകത്ത് ഞാൻ കുറച്ച് കണ്ടന്റ് സെറ്റപ്പ് ഉണ്ട്. ഹെഡർ, സൈഡ് ബാർ, ഫുട്ടർ, കണ്ടന്റ്. ഓക്കെ, എനിക്കിത് വരേണ്ട രീതി എങ്ങനെയാ ഇപ്പം നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യമേ ഇതാണ് നമ്മുടെ ലേഔട്ട് നമ്മൾ എഴുതാൻ പോവാണ്. നമുക്ക് ഹെഡർ ഫുള്ളായിട്ട് വരണം. ഇത്ര ഹെഡർ വരണം. ഓക്കെ, സൈഡ് ബാർ ദേ ഇത്രയും സൈഡ് ബാർ, ഇത്രയും കണ്ടന്റ്, ബാക്കി ഫുട്ടർ. ഇതാണ് നമ്മുടെ ലേഔട്ട് എന്ന് വെച്ചാൽ. നമുക്ക് അതിന്റെ സൈസൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ ലേഔട്ട് എങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ലേഔട്ടുകൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രിഡ് ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇതിനെ എല്ലാത്തിനും എല്ലാ ചൈൽഡിനും ഞാൻ ഓരോ ഗ്രിഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഓരോ പേര് കൊടുത്തു. ആദ്യത്തിന് പേര് കൊടുത്തു ഹെഡർ, രണ്ടാമത്തിന് പേര് കൊടുത്തു സൈഡ് ബാർ, മൂന്നാമത്തിന് പേര് കൊടുത്തു കണ്ടന്റ്, നാലാമത്തേന്റെ പേര് കൊടുത്തു ഫുട്ടർ. ഇനി ഇത് ഈ ഗ്രിഡ് സിസ്റ്റത്തിനകത്ത് എങ്ങനെ അലൈൻ ചെയ്ത് വരണം എന്നുള്ളത് എനിക്ക് ഇങ്ങനെ തീരുമാനിക്കാം. ഇവിടെ നോക്കിയേ, ഞാനിവിടെ ഹെഡർ 3 എണ്ണം കൊടുത്തു. 3 എണ്ണം കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ 3 കോളായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ ആണല്ലോ. 3 കോളം വെച്ചാൽ 3 കോളം എന്നല്ല, 3 ഹാഫായിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഫുൾ വിഡ്ത്തിനെ 3 ഹാഫായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ 3 പാർട്ടായിട്ട് ഈ 3 അതേ പറയാം, 3 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യും. കണ്ടന്റ് വരുമ്പോൾ ഒന്നിച്ചായിരിക്കും. എന്നിട്ട് അതിൽ 3 പാർട്ടും, ഇത് ഫസ്റ്റ് റോ ആണിത്, ഇത് സെക്കൻഡ് റോ ആണ്, ഇത് തേർഡ് റോ ആണ്. ഓക്കെ, ഇതിനെ ഇപ്പൊ ഞാൻ 3 എണ്ണം എഴുതി 3 റോ ആയിട്ടാണ് കൺസിഡർ. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. നിങ്ങൾ റോ മാത്രം മനസ്സിലാക്കുക, കോളം ഇട്ടേക്കാം. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് റോ ഫുൾ ആര് വരും, 3 ഹാഫായിട്ട് തിരിക്കും. ആ 3 ഹാഫിലൂടെ ആര് വരും,
ഹെഡർ വരും. 3 ഹാഫിലൂടെ ഹെഡർ വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടാമത്തെ റോയിൽ 3 ഹാഫായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 3 ഹാഫിൽ ഒരെണ്ണത്തിൽ എന്ത് ചെയ്യും? 3 ഹാഫിൽ ഒരെണ്ണം സൈഡ് ബാർ, ബാക്കി 2 എണ്ണം ആരാ? കണ്ടന്റ്. ഓക്കെ, ഇനി അടുത്തത് ഇത് 3 ഹാഫായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 3 ഫുട്ടർ കയറും. അതും ചെയ്യാം. ഓക്കെ, ഇപ്പൊ നോക്കിയേ ഇതെങ്ങനെയാണെന്ന് നോക്കിയേ. അപ്പം സൈഡ് ബാർ കണ്ടോ? അപ്പൊ എന്ത് ചെയ്തു? ഇവിടെയും സൈഡ് ബാർ വരും. സെയിം രീതിയിൽ ഇവിടെയും വരും. കണ്ടോ? ഇവിടെ 3 റോസ് ഉണ്ട്. ഫസ്റ്റ് റോ ഫുള്ള് ഹെഡർ. ഓക്കെ, സെക്കൻഡ് റോയെ 3ആയിട്ട് തിരിക്കും. അതിൽ ഒരു ഹാൽസിൽ ഒരു സൈഡ് ബാർ വരും. അടുത്ത 2ലും കണ്ടന്റ് വരും. അല്ലേ, ഒരെണ്ണത്തിൽ സൈഡ് ബാർ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു സ്പേസ്, 2 കണ്ടന്റ്. ഇനി അടുത്ത 3ാമത്തെ കേസിലും അടുത്തതിലും താഴെ സൈഡ് ബാർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ സൈഡ് ബാർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സൈഡ് ബാർ അടുത്ത് ഇങ്ങനെ വരും. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ലേഔട്ട്സ് ബിൽഡ് ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെ ലേഔട്ട് ബിൽഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് ഉപയോഗിക്കാം. അത് ഓവർഫ്ലോ ആവും. അപ്പൊ കണ്ടന്റ് എങ്ങനെ ആഡ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം അത് ഇതെന്താ വെച്ചാൽ ആ കണ്ടന്റ് വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, ചെറുതായതാ. അപ്പൊ നമ്മൾ ശരിക്കും പറയുന്നത് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഒരു വിട്ടും ഹൈറ്റും കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സൈഡ് ഹെഡറിനാണെങ്കിലും കണ്ടോ? പിന്നെ അതിനനുസരിച്ച് വേണം ഓരോന്നും ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ആ ഒരു ഹെഡർ കൊടുത്തു 55 പിക്സൽ. ഇനി അടുത്തത് ഹെഡർ കയറി. ഇതിപ്പോ ഞാൻ നിങ്ങളത് കാണിക്കാൻ വേണ്ടി ഇവിടെ 100 VH ഹൈറ്റ് ആ പേരന്റിന് കൊടുത്തു. അതാണ് ഇപ്പൊ ആ ഫുൾ ഹൈറ്റിൽ ഇപ്പൊ അത് കണ്ടേ. ശരിയാട്ടെ, കണ്ടോ? അപ്പൊ അതിനകത്തൊന്ന് ഈക്വൽ ഡിസ്റ്റൻസ് എടുക്കും. നമ്മൾ അങ്ങനെയല്ല കൊടുക്കാം. അത് അല്ലടാ, അത് ഞാൻ ഇതിന്റെ ഹൈറ്റ് 100 VH കൊടുത്തില്ലേ? അപ്പൊ ഹൈറ്റ് 100 VH കിട്ടാൻ വേണ്ടിയുള്ള അപ്പൊ നമ്മൾ അങ്ങനെ അത് ഞാൻ നിങ്ങളെ ഒന്നും കാണിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വിട്ടു കൊടുക്കണം. അത് നമ്മൾ ഇങ്ങനെ കൊടുക്കരുത്. ഈ പേരന്റിന് നമ്മൾ വിട്ട് ഹൈറ്റ് സെറ്റ് ചെയ്യാതെ ഓരോന്നിനും വിട്ട് ഹൈറ്റും കൊടുക്കേണ്ടി വരും. കൊടുക്കാം. കണ്ടോ? അപ്പൊ അതിനനുസരിച്ച് ഇത് കറക്റ്റ് ആവും. അതിലേക്ക് പോയില്ല, അതിന് വിട്ട് കിട്ടും. നമ്മൾ പൊതുവെ ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു ഹൈറ്റ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഫുട്ടർ താഴെയാക്കാം. പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ ലേഔട്ട് പെട്ടെന്ന് എഴുതാം. നമ്മൾ ഇത്ര എഴുതിയാൽ മതി. ഇപ്പൊ ലേഔട്ട് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ലേഔട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിനും വിട്ട് ഹൈറ്റും കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഒരിടത്തുകൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. ഫ്ലെക്സ് ആണ് നമ്മൾ ഡിവിട്ട് നോക്കണ്ട. ഫ്ലെക്സ് ആണ് നമുക്ക് ചെയ്യാം. ഡിവിട്ട് ചെയ്യേണ്ടി വരും. ഇതൊരു ഡിവ്, പിന്നെ വേറെ ഡിവ് ഇട്ടിട്ട് അതിനകത്ത് 2 ഡിവ്, അതിനകത്ത് പിന്നെ ഒരു ഡിവ് വേണം. ആ ഡിവിനകത്ത് വേണം ഇത് 2 എഴുതാം. ഇത്ര എഴുതേണ്ടി വരും. വീണ്ടാകുമ്പോൾ ആ പ്രശ്നമില്ല. നമ്മൾ ആ ലേഔട്ട് അങ്ങ് ബിൽഡ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ അപ്പം ലേഔട്ട് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ പേരന്റിന് വിട്ട് ഹൈറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പോയിട്ട് എലമെന്റ്സിന് മാത്രം കൊടുക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വിട്ടിലേക്കും ഹൈറ്റിലേക്കും ഇത് മാറും. കണ്ടോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഗ്രിഡ് കൊണ്ടുള്ള ഒരു ഉപയോഗം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ലേഔട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഗ്രിഡ് ടെംപ്ലേറ്റ് ഏരിയ ഉള്ളത്. മനസ്സിലായത്? ഓക്കെ, അപ്പം നമ്മൾ സൈഡ് ബാറിന് ഫുള്ള് ഹൈറ്റ് കൊടുക്കുക. എത്രയാണ് ഹൈറ്റ് വേണ്ടത് കാൽക്കുലേറ്റ് ചെയ്ത് ഹൈറ്റ് കൊടുത്താൽ കറക്റ്റ് ഹൈറ്റ് നിൽക്കും. മനസ്സിലായോ? ഓക്കെ, അതായത് ലേഔട്ട് എങ്ങനെ വരണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. സൈഡ് ബാർ എവിടെ വരണം, അതുപോലെ നാവ് ബാർ എങ്ങനെ വരണം, കണ്ടന്റിന്റെ എവിടെ വരണം, ഫുട്ടർ എവിടെ വരണം എന്നുള്ള ആ ഒരു ലേഔട്ട് ഉണ്ടല്ലോ. നമ്മൾ സാധാരണ ഫ്ലെക്സ് ആണ് കൊടുക്കുന്നത്, നമ്മൾ ഡിവ് ചെയ്യേണ്ടി വരും. ഇത് ഡിവ് ഇടണ്ട, പകരം നമ്മൾ ഇവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ. പിന്നെ അതായത് ഇവിടെ ഗ്രിഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഹെഡറിന് ഹെഡറിന് കൊടുത്തു, സൈഡ് ബാറിന് കൊടുത്തു, കണ്ടന്റിന് കൊടുത്തു, ഫുട്ടറിന് കൊടുത്തു. ഇത്ര നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട്
നമ്മൾ ഇവിടെ ലേഔട്ട് ബിൽഡ് ചെയ്യുക. ഗ്രിഡ് ടെംപ്ലേറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ കൊടുക്കും 3 റോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഫുൾ റോ എന്ത് വരണം? ഹെഡർ വരണം. അടുത്ത ഫുൾ റോയിൽ സൈഡ് ബാർ വരണം, പിന്നെ കണ്ടന്റ്. ബാക്കി എത്ര സ്പേസ് കണ്ടന്റിന്റെ? സൈഡ് ബാറിന് ചെറിയ സ്പേസ് മതി. നമ്മൾ ഇങ്ങനെ കൊടുത്താൽ നമ്മൾ പിന്നെ വിട്ടെടുത്ത് മാറ്റും. ഓക്കെ. പിന്നെ അടുത്ത റോയിലും സൈഡ് ബാർ അവിടെയും വേണം, പക്ഷെ അപ്പുറത്ത് ഫുട്ടർ. അപ്പോൾ സൈഡ് ബാർ ഇവിടെ വരും, ഇവിടെയും ഫുട്ടർ, ഇവിടെയും ഫുട്ടർ, ഇവിടെയും കണ്ടന്റ്. ഈ ഒരു ലേഔട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ലേഔട്ട് സെറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നമ്മളൊന്നും ചെയ്യണം. ഓരോന്നിനും വിട്ടും എടുത്ത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടന്റിന് ഹൈറ്റ് കണ്ടോ? നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം, ഫുട്ടറും അതുപോലെ ഫുട്ടറായി. സൈഡ് ബാറിന് ഹൈറ്റ് കൊടുത്തില്ല. അപ്പൊ എന്ത് ചെയ്തു? ആ കോളം ഫുൾ അത് ഫില്ലായി. ഇത് മാത്രമേ മാത്രമേ ഹൈറ്റ്. അപ്പൊ കണ്ടന്റ് എത്ര കൂടുന്നു അതിനനുസരിച്ച് ഈ ലേഔട്ടും വലുതായിക്കൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രോഗ്രാമിൽ കണ്ടന്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിങ്ങനെ വലുതാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ കണ്ടന്റ് കാണുമല്ലോ. ഇനിഷ്യലി ഇപ്പൊ കണ്ടന്റ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് കൊടുക്കാതിരിക്കുക അതിന്. അപ്പൊ കണ്ടന്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിൽ ആയിക്കോളും. മനസ്സിലായോ? പൊതുവെ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് മിൻ ഹൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. മിൻ ഹൈറ്റ് കൊടുക്കാം, അതായത് മിനിമം ഹൈറ്റ്. ഏതാ? എടാ അതായത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാല് ഈ ലേഔട്ട് ബിൽഡ് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓക്കെ. ഇനി ഞാനിവിടെ ഇപ്പൊ ഒന്ന് ചോദിക്കേ, ഇപ്പൊ നമ്മുടെ പേജ് ഫസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യല്ലേ. ഇപ്പൊ ഇത് കണ്ടന്റ് ഒന്നും ഇല്ല. അപ്പൊ നമുക്കത് കാണണമെങ്കിൽ, കുറച്ച് ഭംഗിയായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഹൈറ്റ് സെറ്റ് ചെയ്യണം. എന്നാ കാണാൻ പറ്റും. ഇപ്പൊ കുറെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് വലുതായിരിക്കും. ഇതിനകത്ത് കണ്ടന്റ് വരുന്നതനുസരിച്ച് ഈ ഒരു ഡിവിന്റെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കും, നമ്മൾ ഹൈറ്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും, കുറെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് കൂടി ഇതങ്ങ് സെറ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ഓക്കെ. ഇനി അതല്ല എങ്കിൽ നമുക്ക് മിൻ ഹൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഓക്കെ. മിൻ ഹൈറ്റിന്റെ വാല്യൂ ഞാനിവിടെ 400 സെറ്റ് ചെയ്തു. 400 സെറ്റ് ചെയ്തു. മിനിമം ഹൈറ്റ് ഇതുണ്ട്. ഓക്കെ. ഇപ്പൊ നമുക്കിനകത്ത് കണ്ടന്റ് കൂടി കണ്ടോ? കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഹൈറ്റ് കൂടിക്കോളും. അതാണ് മിൻ ഹൈറ്റ്. മിനിമം ഹൈറ്റ് നമ്മൾ കണ്ടന്റ് ഒന്നും ഇല്ലെന്ന് വെച്ചതിനകത്ത്, ഇതിനകത്ത് കണ്ടന്റ് ഒന്നും ഇല്ല എങ്കിൽ എത്ര ആയിരിക്കും അതിന്റെ ഹൈറ്റ്? 400 ആയിരിക്കും. ഇനി കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ ഹൈറ്റ് ഓട്ടോമാറ്റിക് 400 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓവർഫ്ലോ ആവില്ല. അങ്ങനെ ഇപ്പൊ കണ്ടന്റ് ഒന്നും ഇല്ല, 400 ഹൈറ്റ്. ഓക്കെ. നമ്മൾ കണ്ടന്റ് എന്തോ സാധനം കളഞ്ഞെന്തോ. ഓക്കെ. കണ്ടന്റ് കൊടുത്താൽ അതിനനുസരിച്ച് കണ്ടോ, അതിനനുസരിച്ച് എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക് ഹൈറ്റ് എടുത്തോളും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. അപ്പൊ ഈ ഒരു ലേഔട്ട് നമുക്ക് വേണ്ട ലേഔട്ട് കിട്ടി. ആ ലേഔട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഈ ഗ്രിഡ് ഏരിയ ഉപയോഗിക്കുക. ഒന്നിനും നമ്മൾ ഹൈറ്റും വിട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സൈഡ് ബാറിന് കൊടുക്കണം, ബാക്കി ഒന്നിനും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഓട്ടോമാറ്റിക്കലി അത് എടുത്തോളും നമ്മൾ കൊടുക്കുന്നതനുസരിച്ച്. മനസ്സിലായോ? ഇപ്പൊ ട്രൈ നോക്കിയേ. ഇത് പിന്നെ നമ്മൾ കുറെ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് അത് കത്തോളൂ ശരിക്കും. നിങ്ങൾ ലേഔട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായി. ഒരു ടാസ്ക് അതിന്.
സ്ക്രീൻ ഷെയർ ആണത്. അതിപ്പോ കാണിക്കണം. നീ മറ്റേ അപ്ഡേറ്റ് ചെയ്തോ? രണ്ടും ചെയ്തോ? കൊള്ളാം. ആണോ? ഇപ്പൊ സാധനമൊക്കെ വന്നു. ആ, ശരി. ഇത് ഫോൺ കണക്ട് ചെയ്യാം. അത് ഇഷ്യൂ ഉണ്ടാ കൂട്ടാനും ചെയ്തിട്ട് കൂട്ടാൻ്റെ ഫോൺ വന്നു. ഏ? സ്നാപ്ചാറ്റിലൊക്കെ മെസ്സേജ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അത് ഞാൻ അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്തില്ല. അങ്ങനെ ചെയ്യാൻ പറ്റൂലേ? അതിന്റെ ആവശ്യം വരുന്നു ഗെയിം കാണാൻ നേരത്ത്. നീ ഫോൺ അപ്ഡേറ്റ് ചെയ്തോ? ഫോൺ അപ്ഡേറ്റ് ചെയ്തോ? അതെന്താ? ഞാൻ ചെയ്ത്. കുഴപ്പമില്ലല്ലോ, ഇന്ന് ചെയ്യാം. കിട്ടില്ല, അവിടെ ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ ഈ ഇതുണ്ടോ നമ്മുടെ നോട്ടീഷൻ ബാർ, ഇത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ കിടക്കണം എന്നുള്ളത്. പഴയതും പുതിയ അപ്ഡേറ്റ് ഒക്കെ ഞാൻ മാറ്റിയത്. ആണോ? സെറ്റ് ചെയ്യാം. ഇന്നത്തെ പരിപാടി ഇന്ന് എന്റെ ഇതാണ് കോമഡി. ഞാനിപ്പോ വെറുതെ ഗെയിം ഓണായ ഓട്ടോമാറ്റിക്കലി സാധനം വേറെ ഗെയിം മോഡിലെ കൂടി പിന്നെ ഗെയിം മോഡായി അറിയില്ല. അത് ഇടയ്ക്കിടയ്ക്ക് മാറി. എനിക്ക് പ്രശ്നമുണ്ട് ടൈമിനനുസരിച്ച്. ഞാൻ ക്ലാസ് വരുമ്പോഴത്തേക്കും പ്രൊഫൈൽ ആവും. സെറ്റ് ചെയ്യാം. ചെയ്തത് എന്തുപറ്റി? സൈഡ് ബാറിനകത്ത് ഇത്രയൊന്ന് ചോദിച്ചു എനിക്ക്. പക്ഷെ ഈ ഏരിയ ബാക്കിയുള്ള സാധനം എന്ത് വരണം അവിടെ?
ഇവിടെ ബാക്കി രണ്ടും മീൻസ് ഇപ്പൊ ഈ ഇത് ഇതിന്റെ ഇവിടം വരെ ഇത് ഇതിന്റെ ടിപ്പ് ചെയ്യണം. ഇവിടം വരെ ഫുട്ടർ വരണം. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഇവിടെ ബ്ലൂ വരണം. അങ്ങനല്ല, ഇവിടെ ഇവിടെ ഗ്രീൻ, ഇവിടെ മീൻസ് ഇതുപോലെ തന്നെ കോപ്പി ചെയ്യണം. മീൻസ് ഈ ഏരിയ വരെ ഇതിന്റെ ഈ ഭംഗിയില്ല, ഇതിന്റെ പൊക്കത്തിൽ ഗ്രീൻ വേണം. അങ്ങനെ പറ്റില്ല. കാര്യം അങ്ങനെ ഷേപ്പ് ഒന്ന് വെച്ചേക്കുന്നേ യൂസ് ചെയ്യുന്നതല്ലേ. അതായത് ഇതാണ് ബോക്സ്, ഇത് നാവ് ബാർ, നിന്റെ സൈഡ് ബാർ ഇത്രേ ഉള്ളൂ അല്ലേ? എന്നിട്ട് ബാക്കിയുള്ള ഇത്ര ഏരിയ നിന്റെ എന്ത് വരണം? കണ്ടന്റ് വരണം. അങ്ങനെ വരത്തില്ല, ഇല്ല. കാര്യം എന്താ? ഇതിപ്പോ ഷേപ്പ് നോക്കിയ സ്ക്വയർ ഷേപ്പേ ഉള്ളൂ. ഇതിപ്പോ ഷേപ്പ് എന്താ? ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഷേപ്പ് എന്താ? അതിന് പകരം നീ ചെയ്യണമെന്ന് വെച്ചാല് ഇവിടെ ഒരു ബോക്സ്, ഇത് വേറൊരു ബോക്സ് ആക്കണം. എന്നിട്ട് ഇതിന്റെ ബാക്കി ഇവിടെ വരുന്ന പോലെ ആക്കണം. ആ, അങ്ങനെ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാം. അപ്പൊ നീ ഒരു ബോക്സ് എക്സ്ട്രാ വേണം, കണ്ടന്റ് 2 വേണം. എന്നിട്ട് നീ അത് കറക്റ്റായിട്ട് ഇതിപ്പോ എങ്ങനെ എഴുതാ വെച്ചാല് ഹെഡർ 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 അല്ല, ഹെഡർ ഹെഡർ ഹെഡർ, പിന്നെ സൈഡ് ബാർ കണ്ടന്റ് കണ്ടന്റ്, പിന്നെ കണ്ടന്റ് 2 കണ്ടന്റ് 2 കണ്ടന്റ് 2 കണ്ടന്റ് 2 കണ്ടന്റ് 2. ഇത് വേറെ കണ്ടന്റ് ആവും. ആ, അതല്ല വരത്തില്ല. കാര്യം അല്ലാതെ വന്നത് നീ ആ ഷേപ്പ് വലിച്ചേക്കേ സ്ക്വയർ ഷേപ്പ് കിട്ടത്തില്ല. അങ്ങനെ ഷേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഷേപ്പ് ഇല്ല. അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതിന്റെ ബാക്കിയായിട്ട് ഇങ്ങോട്ട് വരത്തില്ല. ഇല്ല, അത് പൊസിഷനൊക്കെ വെച്ച് നമ്മൾ വേണമെങ്കിൽ ചെയ്യേണ്ടി, പീറ്റ് ആക്കിയിട്ട് ചെയ്യേണ്ടി, അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ സിമ്പിൾ ആയിട്ട് വരത്തില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഈ HTML ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനിയിപ്പോ അടുത്ത HTML6 ഒക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അത് ശരിയാവും. ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നീ വേറൊരു പീറ്റാഗ് ഇട്ടിട്ട് അതിനെ മാനുവൽ ആയിട്ട് പൊസിഷൻ കൊടുത്ത് മാറ്റി വെക്കേണ്ടി വരും. അല്ലാതെ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സെറ്റപ്പ് ഇല്ല. അടിയിൽ ഈ സൈഡിലേക്ക് വരും, നീക്കണം. റിലേറ്റീവോ അബ്സോർട്ടോ വെച്ച് നീക്കേണ്ടി വരും. അത് പോകും. അപ്പൊ അല്ലെങ്കിൽ നീ ഇസഡ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇസഡ് ഇൻഡെക്സ് പറഞ്ഞില്ലേ? പറയാം. ബ്ലാങ്ക് വരും. നീ അബ്സോർട്ട് കൊടുത്തിട്ട് നിനക്ക് വേറെ പ്രോപ്പർട്ടി ഉണ്ട്, ഇസഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറയാതെ ഇത് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ലേഔട്ട് നീ ചെയ്തേ. ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കണമെന്നില്ല. ചെറിയൊരു ബോക്സ് ഉണ്ടാക്കിയിട്ട് ആ ബോക്സിനകത്ത് ചെയ്താൽ മതി. ഇത് ചെയ്യേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ബുധനാഴ്ച ഇവിടെ കോൺവൊക്കേഷൻ ഉണ്ട്. അപ്പൊ അതായത് കോൺവൊക്കേഷൻ വെച്ചാൽ കഴിഞ്ഞ ബാച്ചുകൾക്കൊക്കെ ഗ്രാജുവേഷൻ പോലെ. അപ്പം അവരുടെ കുറച്ച് പേര് അവിടെ എന്താ 2-3 പ്രോജക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ നിരക്കിടക്ക് അവിടെ പോയിട്ടേ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോഴത്തെ വരാം.
നേരത്തെ എഴുതിയതല്ലേ? ആ മൂന്നെണ്ണം തന്നെ കൊടുത്താൽ മതി. 3 ഫോർമാറ്റ്. ഹെഡർ ആ. സൈഡ് ബാർ, കണ്ടന്റ്, രസമുണ്ടോ? സൈഡ് ബാർ, ഫൂട്ടർ. കണ്ടന്റും തീം. ആ അപ്പൊ അത് രണ്ടെണ്ണം കൊടുക്കണം. അതായത് സൈഡ് ബാർ, കണ്ടന്റ്, സൈഡ് ബാർ, Side. കണ്ടന്റ്. അങ്ങനെ 4 ഇപ്പൊ 4 ഇത് ആ 4 സ്റ്റേറ്റ്. ആ നിങ്ങൾ തിരിയത് അമൽ കയറില്ലല്ലോ. അമൽ കയറി. നിങ്ങൾ കോളേജ് എവിടെയായിരുന്നു? ആ.
ചെയ്തോ? കിട്ടിയോ? അത് മതിയോ? നമുക്കപ്പോ നാളെ അനിമേഷനോടെ പഠിച്ചിട്ട് ജാസ്പി സ്റ്റാർട്ട് ചെയ്യാം. അല്ല, നാളെ തന്നെ തീരും. പക്ഷെ അത്ര ഒന്നും ഇല്ല, സിമ്പിളാ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും.